കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം പങ്കെടുക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ കേരളം നടത്തിയ സമരം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുമ്പോൾ കേരളം പ്രതീക്ഷയിലാണ്. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സിബി, ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ദില്ലിയിൽ നടത്തിയ സമരം അത് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്താകണമല്ലോ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിർദ്ദേശം നൽകിയതും കേന്ദ്രത്തിന് അതിന് വഴങ്ങേണ്ടി വന്നതും. ഇന്ന് ചർച്ച നടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് കേരളത്തിനുള്ളത്? എപ്പോഴാണ് ചർച്ച? അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും കീർത്തി, അങ്ങനെ തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കേരളം നടത്തിയ ആ ഒരു വലിയ സമരം, ദേശീയ ശ്രദ്ധയാകർഷിച്ച സമരം, അത് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഒരു അഭിപ്രായം ഇത്തരത്തിൽ ഈ കോടതിക്ക് പുറത്ത് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ആവശ്യപ്പെട്ടപ്പോൾ അത് കേന്ദ്രം വഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഇന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ചർച്ചയെ കേരളം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ആവശ്യപ്പെടുന്നതാണ് സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളത്. മാത്രമല്ല, അടിയന്തരമായി 26,000 കോടി രൂപയെങ്കിലും അനുവദിച്ചില്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമല്ല നിലയും ഇപ്പോൾ നിലവിൽ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ പ്രൊവിഡന്റ് ഫണ്ട് അടക്കമല്ല നിലയും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉടൻ ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പരിഗണിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഈ കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൂടെ, ഇത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, ധനകാര്യ പ്രശ്നമായതിനാൽ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ആ തരത്തിൽ ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേരളം അപ്പോൾ തന്നെ മറുപടി നൽകുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര സർക്കാരും ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയേണ്ടി വന്നു. എന്തായാലും ആ ഒരു ചർച്ചയാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ നടക്കുക. അതിനുവേണ്ടി കേരളത്തിൻ്റെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കം 4-അംഗ സംഘം ഇന്നിപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നാണ് ചർച്ച നടക്കുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ.എം. ഇബ്രാഹിം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ രവീന്ദ്ര കുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ കെ. ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക. എന്തായാലും ഈ ചർച്ച ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കുകയാണെന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ ഈ ഒരു സ്യൂട്ട് ഹർജിയും അപേക്ഷയും പരിഗണിച്ചപ്പോൾ പ്രധാനമായും കേന്ദ്രം പറഞ്ഞത് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ അല്ലെങ്കിൽ ധനകാര്യ വിനിയോഗത്തിലെ ഒരു കെടുകാര്യസ്ഥിതിയാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരം പരാതികളില്ല എന്നുള്ളതായിരുന്നു കേന്ദ്രം പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, കേരളം ഇത്തരത്തിൽ ഈ സാമൂഹിക പെൻഷനും മറ്റുമല്ലാതെ നൽകി കടം വരുത്തി വയ്ക്കുകയായിരുന്നു എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടിയാണ് പ്രധാനമായും കേന്ദ്രം നൽകിയത്. എന്നാൽ അതിന് മറുപടിയായി കേരളം അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി അത് കേരളത്തിൻ്റെ പ്രതിസന്ധിയല്ല, രാജ്യത്തിൻ്റെ ഒരു പൊതുകടം എന്ന് പറയുന്നത് 60% കേന്ദ്ര സർക്കാരിൻ്റെയാണ്. 1.75% കടം മാത്രമാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല, ഈ കിഫ്ബി പോലുള്ള ധനസമാഹരണത്തെയും സാമൂഹ്യ പെൻഷൻ എന്നതിനെയും മുടങ്ങാതെ പോകുന്ന പെൻഷൻ കമ്പനിയെയും കേരളത്തിൻ്റെ പൊതുകടത്തിൽ ഈ ഇത്തരത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ ഒരു വലിയ കടക്കണിയായി ഇത്തരത്തിൽ ഒരു കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്നത് നല്ല നിലയും കേരളം അക്കമിട്ട് നിർത്തുകയും ചെയ്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യമല്ല കേരളത്തിൽ നിന്നും കൃത്യമായി പറയുകയും ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും അക്കപ്പെട്ട് നിർത്തിക്കൊണ്ട് കേരളം കൃത്യമായ മറുപടി നൽകിയിരുന്നു. അങ്ങനെ കേരളവും പരസ്പരം ഈ ഒരു വിഷയത്തിൽ ഈ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വഴങ്ങിക്കൂടെ എന്ന് പ്രധാനമായും സുപ്രീം കോടതി ചോദിച്ചത്. എന്തായാലും ഈ ഒരു ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യ സെക്രട്ടറിയോ ആയിരിക്കാം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക. എന്തായാലും ഈ ചർച്ചയെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്നത് ഈ ഒരു കടമെടുപ്പ് പരിധി കുറച്ച ആ ഒരു നടപടി അത് എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണം. അതായത് കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ളതല്ല, നിലവിൽ കേരളത്തിലുണ്ടായിരുന്ന കടമെടുപ്പ് പരിധി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഈ 15-ാം ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറച്ചിരുന്നു. അത് വീണ്ടെടുത്ത് കേരളത്തിന് പഴയതുപോലെ തന്നെ കടമെടുപ്പ് പരിധി നൽകണമെന്നുള്ള ആവശ്യമാണ് കേരളം പ്രധാനമായും ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ചാണ് ഒരു സ്യൂട്ട് ഹർജി സുപ്രീം കോടതിയിൽ പോയത്. ഇതിൽ ഈ ഭരണഘടനയുടെ 131-ാം അനുച്ഛേദം പ്രകാരം ഏതെങ്കിലും വിഷയത്തിൽ കേരളത്തിലും കേന്ദ്ര സർക്കാരും ഒരു വിഷയത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഈ ഭരണഘടനയുടെ 131-ാം അനുച്ഛേദ പ്രകാരം
സുപ്രീം കോടതിയെ സമീപിക്കാം. ആ ഒരു നിയമത്തിൻ്റെ അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ് കേരളം ഒടുവിൽ സഹിയിട്ട് സുപ്രീം കോടതിയെ പോകേണ്ടി വന്നത്. എന്തായാലും ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കേരളം നടത്തിയ വളരെ ഐതിഹാസികമായ ഒരു സമരമുണ്ട്. ആ സമരത്തിൽ ദേശീയ നേതാക്കളടക്കം തന്നെയും അണിനിരുന്നുകൊണ്ട് വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഇതിൽ തമിഴ്നാടും തെലങ്കാനയും മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ തീർക്കുന്നു, വലിയ ആരോപണം ഉയർത്തുന്നു. സർക്കാരുകളെല്ലാം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം തന്നെയും ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ കോടതിക്ക് പുറത്ത് സംസാരിക്കാമെന്നൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ ആശാവഹമായിട്ട് തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത്. അടിയന്തരമായി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സാമൂഹ്യ പെൻഷനും മറ്റ് ആനുകൂല്യം നൽകാൻ വേണ്ടി കേരളത്തിന് അർഹതപ്പെട്ട ഈ കേന്ദ്ര വിഹിതം ലഭിക്കുക, അതോടൊപ്പം തന്നെ ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക അടക്കമുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളാണ് ഇത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കേരളം പല തവണ ആവർത്തിക്കുന്നു. ഇത് ഔദാര്യമല്ല, ഇത് കേരളത്തിൻ്റെ അവകാശമാണെന്നും കൃത്യമായി കേരളം പലതവണ അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കാണുന്നത്. കീർത്തി.